കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാപ്പ് ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി. വിദ്യാലയത്തിലെ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിൽ നിന്നും പലതരം സാധനങ്ങൾ PTA സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പിൽ സൂക്ഷിക്കും. അവിടെ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ ആർക്കു വേണമെങ്കിലും വാങ്ങാം. ഒട്ടും പഴകാത്ത വസ്ത്രങ്ങൾ, കുട, പഠനോപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്തും ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പ് വഴി വിൽക്കും. സാധനങ്ങളുടെ മൂല്യം കുറയാതിരിക്കാനും വാങ്ങാനെത്തുന്നവർക്ക് അപകർഷതാബോധം ഉണ്ടാവാതിരിക്കാനും വളരെ ചെറിയ തുക കൈപ്പറ്റിയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. സ്കൂളിന് അകത്തും പുറത്തും ഉള്ളവർക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. സ്വാപ്പ് ഷോപ്പിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രി രോഗികൾക്ക് ഇന്നലെ ഉച്ചഭക്ഷണം നൽകിയത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം വിളമ്പി രോഗികൾക്ക് എത്തിച്ചു. ഒരു സാധനം തികച്ചും സൗജന്യമായി കിട്ടിയാൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. തന്നെയല്ല, ഒരു അപകർഷതാബോധം ഉണ്ടാകാനും ഇടയുണ്ട്. അത് ഒഴിവാക്കാൻ വളരെ ചെറിയ തുകയാണ് ഓരോ സാധനങ്ങൾക്കും ഈടാക്കുന്നത്. ഈ മഹാസംരംഭത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് ചെലവഴിക്കുന്നത്. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണല്ലോ ലക്ഷ്യം. ഉപഭോഗ സംസ്കാരം നമ്മെ കാർന്നു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ കുമിഞ്ഞുകൂടാറുണ്ട്. പലപ്പോഴും ഇത് ഈ വേസ്റ്റായിട്ട് മാറി സമൂഹത്തിന്, പരിസരത്തിനൊക്കെ വളരെ മാലിന്യമായിട്ട് മാറാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇവ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്വാപ്പ് ഷോപ്പ് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ഞങ്ങൾ സ്കൂളിൽ സ്വാപ്പ് ഷോപ്പ് എന്നൊരു പ്രവൃത്തി സംഘടിപ്പിക്കുകയും അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഒരു ആഹാരം കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലെത്തുകയും നമ്മളിവിടെ ഇന്ന് ഇവിടെ വന്ന് കുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഓരോ വാർഡിലും രോഗികൾക്ക് കൊടുക്കാനായിട്ട് വന്നതാണ്. ഇത് കുട്ടികൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. എങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് കാശ് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ബോധവൽക്കരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.